ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദുർഗ അങ്ങനെ ചെയ്തുവെങ്കിൽ അതൊരു നല്ല കാര്യമാ. എന്ന് കരുതി അഷി ദുർഗയെ പോലെ ആവണമെന്നില്ലല്ലോ. അഷിയുടെ ഇഷ്ടം പോലെ അഷിയും ദുർഗയുടെ ഇഷ്ടം പോലെ ദുർഗയും ജീവിക്കട്ടെ. അവരെ കമ്പയർ ചെയ്യാനും ഒരാളുടെ ഗുണം നോക്കി മറ്റൊരാളെ കുറ്റം പറയുന്നത് ഒട്ടും ശരിയല്ല. എനിക്കും ചേച്ചി പറയുന്ന അതേ അഭിപ്രായം തന്നെയാ. എന്റെ പൊന്ന് സഹദേവേട്ടാ, എല്ലാത്തിനെയും സംശയത്തോടെ നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ തോന്നുതാ. പിന്നെ ഷീറ്റ് താഴെ വീണത് വല്ലതും എടുക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടത്. അങ്ങനെ അല്ലടി നീരജ, എടി ഞാൻ ഇത് വ്യക്തമായിട്ട് കണ്ടതാ, സത്യം. ദേ മനുഷ്യ, നിങ്ങൾ ഇത് വേറെ ആരോട് ചെന്ന് പറയാൻ നിൽക്കണ്ട. വല്ലവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കിന്ന് പറഞ്ഞ അത് നാണക്കേടാ. എടി നീ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. മനസ്സിലാക്കിയെടുത്തോളം മതി. വെറുതെ ഓരോ പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കാതെ ആ കിരണിനും ദുർഗയും എങ്ങനെ ഇവിടുന്ന് പുറത്താക്കാന്ന് ആലോചിക്കും. അല്ലെങ്കിൽ വൈകാതെ ഈ വീട്ടിൽ നമ്മൾ പുറത്തുള്ളവരും അവര് വീട്ടുകാരും ആവും. അത് മറക്കണ്ട. അതൊന്നും സംഭവിക്കത്തില്ലേ, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അതെ അതെ, ഇതൊരുപാട് ഞാൻ കേട്ടിട്ടുള്ളതാ. എന്തുവാ? വെറുതെ വീമ്പ് പറയാന്നല്ലാതെ നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അല്ല നീരജ, എന്നാലും അവരെന്തിനായിരിക്കും താഴെ കിടന്നതവൻ? അഷിത എവിടെ മോനെ? അഷിത എഴുന്നേറ്റിട്ടില്ല അമ്മ, നല്ല ഉറക്കത്തില്ല. ഞാനേ ഒന്ന് ജോയിങ്ങിന് പോയിട്ട് വരാം. സമയം ഇത്രയായിട്ടും അവളെന്താ എഴുന്നേക്കാത്തെ? നേരത്തെ എഴുന്നേറ്റട്ടെ, അഷിക്ക് പ്രത്യേകിച്ചെങ്കിലും പോവാന്നില്ലല്ലോ, അതുകൊണ്ടേ ഞാൻ വിളിച്ചില്ല. അതെന്ത് വർത്തമാനോ പൃഥ്വി നീ പറയുന്നേ? എവിടെയെങ്കിലും പോണോന്നുണ്ടെങ്കിൽ മാത്രമേ രാവിലെ എഴുന്നേക്കാൻ പാടുള്ളൂന്നുണ്ടോ? പെൺകുട്ടികളായ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകണം. അതാണ് കുടുംബത്തിന് ഐശ്വര്യം. എന്നാര് പറഞ്ഞു? അമ്മ ഇങ്ങനെ വയസ്സവരെ പോലെ സംസാരിക്കാതെ. ഒരാൾ ഉറങ്ങുന്നതും എഴുന്നേക്കുന്നതും എല്ലാം അവരവരുടെ പ്രൈവസിയാണ്. അതിൽ കയറി അഭിപ്രായം പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. പൃഥ്വി, നീ ഇങ്ങനൊരു പെൺകൊന്തൻ ഭർത്താവരുത്. ഭാര്യയെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ അവള് തലേ കയറിയിരിക്കും. എന്തൊക്കെയാ ചെറിയമ്മ പറഞ്ഞു കൊടുക്കുന്നേ? ആഹാ, ഈ വീട്ടിൽ എനിക്ക് എന്റെ മോനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലല്ലോ എന്നാരെങ്കിലും പറഞ്ഞോ? മക്കളോടൊന്നല്ല ആരോടും തെറ്റു പറഞ്ഞു കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് ആരും വലുതെന്നോ ചെറുതെന്നോ ഒന്നും ഇല്ല. എല്ലാരും ഈക്വലാണ്. രാവിലെ എഴുന്നേക്കാതിന്റെ പിണക്കോ അമ്മയ്ക്ക്? ആ, അതാണോ കാര്യം? എന്തിനാ ഒരുപാട് നേരത്തേക്ക് എഴുന്നേക്കുന്നേ? അഷിതയ്ക്ക് ഇഷ്ടമുള്ളവരെ ആ കുട്ടി ഉറങ്ങിക്കോട്ടെ. അതൊന്നും അത്ര നല്ല ശീലങ്ങളല്ല. അഷിതയുടെ ചേച്ചിയല്ലേ ദുർഗ? അവള് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് വെച്ചു. ഞങ്ങൾക്കെല്ലാവർക്കും ചായ ഇട്ട് തരികയും ചെയ്തു. ദുർഗ അങ്ങനെ ചെയ്തുവെങ്കിൽ അതൊരു നല്ല കാര്യമാ. എന്ന് കരുതി അഷി ദുർഗയെ പോലെ ആവണമെന്നില്ലല്ലോ. അഷിയുടെ ഇഷ്ടം പോലെ അഷിയും ദുർഗയുടെ ഇഷ്ടം പോലെ ദുർഗയും ജീവിക്കട്ടെ. അവരെ കമ്പയർ ചെയ്യാനും ഒരാളുടെ ഗുണം നോക്കി മറ്റൊരാളെ കുറ്റം പറയുന്നത് ഒട്ടും ശരിയല്ല. എനിക്കും ചേച്ചി പറയുന്ന അതേ അഭിപ്രായം തന്നെയാ. അഷിയുടെ കാര്യത്തില് എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ കല്യാണം കഴിച്ചെന്ന് കരുതി ഭാര്യന്റെ അടിമയാന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആണല്ലോ, എന്നെ ജോഗിന് പൊയ്ക്കോട്ടെ. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ആമ്പിള്ളേർ ഇങ്ങനെ മാറാവോ? കഷ്ടം. അവര് സന്തോഷായി ജീവിക്കുന്നതിൽ നമ്മള് സന്തോഷിക്കല്ലേ ചെറിയമ്മ ചെയ്യേണ്ടത്. സന്തോഷക്കുറവൊന്നുമില്ല. പക്ഷേ എന്റെ മരുമകള് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ വീടിനോട് ഒരു ബന്ധമില്ലാത്തവര് വന്ന് അധികാരത്തോട് ചെയ്യുന്ന കാണുമ്പോ എനിക്ക് കുറച്ച് ദേഷ്യമുണ്ട്. ഈ വീട്ടില് പിന്നെ ലോകത്തെങ്ങും നടക്കാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ, ധ്വനിമോൾ എവിടെ ചെറിയമ്മേ? ചെറിയമ്മ മോളെ കണ്ടായിരുന്നോ? ധ്വനി ആ ദുർഗയുടെ കൂടെ അടുക്കളയിൽ എങ്ങനെ ഉണ്ടാവും? അടുക്കളയിലോ? അതെ, ദുർഗ ഈ വീടും വീട്ടിലുള്ള എല്ലാവരെയും വരുതിയിലാക്കാനുള്ള പരിപാടിയിലാണല്ലോ. കൊച്ചിനെ ഇവിടെ നിർത്താൻ പറഞ്ഞിട്ട് കേൾക്കാതെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഈ വീട് പിന്നെ വഴിയമ്പലമാണല്ലോ, ആർക്കും എന്തും ചെയ്യാലോ. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുമല്ലേ. ആ, ഞാൻ മോളെ ഒന്ന് നോക്കിയിട്ട് വരാൻ ചെറിയമ്മേ.
ടേസ്റ്റ് ചെയ്തേ. ഓ, എന്നെ പോലെ കറിയും സൂപ്പർ എന്നാണോ? ഇന്ന് ഈ ഭക്ഷണം മുഴുവൻ കഴിച്ചാലേ നാളെ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കി തരും. ഓക്കെ? ആഹാ ചേച്ചിക്ക് ചായ എടുക്കട്ടെ? വേണ്ട ദുർഗെ, ഞാൻ മോളെ നോക്കി വന്നതാ. മോളെ ഞാൻ നോക്കിക്കോളാം. ഇവിടുത്തെ ജോലികളൊന്നും ദുർഗ ചെയ്യണമെന്നില്ല കേട്ടോ. ഇതൊന്നും ആരും പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്യുന്നേ. എന്റെ വീട്ടിൽ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് എന്റെ വീട് തന്നെയല്ലേ. മോള് വാ, ചേച്ചിയെ ശല്യം ചെയ്യണ്ട. വാ. വേണ്ട ചേച്ചി, മോൾ ഇവിടെ ഇരുന്നോട്ടെ. ജോലി ചെയ്യുന്നതിന്റെ കൂടെ മോളെ കൂടെ നോക്കുന്നത് ദുർഗയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷേ ഉള്ളൂ. ചേച്ചി പോയി ഫ്രഷ് ആയിക്കോ, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ റെഡിയാകും. ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം. ഏയ് അതൊന്നും വേണ്ട, ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചേച്ചി ചെല്ല്. വാ, നമുക്ക് കുക്ക് ചെയ്യാം. പിടിച്ചു പിടിച്ചു. ആ, അങ്ങനെ ഇളക്കി. നിങ്ങൾ പോവോ ക്ഷണിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളെ അതിന് പ്രതീക്ഷിക്കണ്ട. അതെ, അന്ന് അവൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് പറഞ്ഞതൊന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. ഈ വീടിന്റെ പടി ഇറങ്ങിയതോടെ അവളുടെ സ്വഭാവം മാറി. ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾ വരില്ലെന്ന് അറിയായിരുന്നു. എന്നാലും പറയാതെ പോന്നത് ശരിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലമ്മേ ഇവര് വരില്ലാന്ന്. അല്ലെങ്കിൽ തന്നെ വന്നിട്ട് എന്തിനാ? അവൾക്കാരാ ഇവിടെ വിരുന്നൊരുക്കുന്നത്? അമ്മ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താ മതി. അതെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ആദ്യം ദുർഗ ഇങ്ങോട്ട് വരുമോന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയല്ല. അയ്യോ, അവളെ ക്ഷണിക്കാൻ പോകുന്ന നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. അതെന്താ, ദുർഗ ഇവിടുത്തെ ആരുമല്ലേ. അവൾക്ക് നല്ല രീതിയിൽ കല്യാണവും നടത്തി കൊടുക്കാൻ പറ്റില്ല. ഇനി വിരുന്നിനെങ്കിലും ക്ഷണിക്കണ്ടേ? അഷിതയ്ക്ക് വേണ്ടതെല്ലാം മുറ പോലെ ഇവിടെ ചെയ്തില്ലേ? ദേ, എന്റെ മോളെ ഇവളെ കമ്പയർ ചെയ്ത് സംസാരിക്കരുത് കേട്ടോ. ദുർഗ നാടും നാട്ടുകാരും അറിഞ്ഞ് മര്യാദയ്ക്ക് ഒരു കല്യാണം കഴിച്ചൊന്നും അല്ല.